Please read and understand the scriptures for yourself with an open mind and not following man-made interpretations. തിരുവെഴുത്തുകളിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ വിശ്വാസികൾക്ക് അംഗീകരിക്കാൻ കഴിയാതെ വരുമ്പോൾ അതിനെ അവർ പലപ്പോഴും ആലങ്കാരികവും വ്യക്തികളുടെ വീക്ഷണവുമാക്കി മാറ്റി നിർത്തുവാൻ ശ്രമിക്കുന്നത് പതിവ് കാഴ്ചയാണ്. ഇങ്ങനെ ബൈബിളിൽ പറയുന്നവ അവിശ്വസിക്കുന്നതിനു പ്രധാനമായും കാരണമായിരിക്കുന്നത് സയന്റിസം എന്ന മതവിശ്വാസമാണ്. ഈ വിശ്വാസ പഠനത്തിലൂടെയാണ് ഭൂരിഭാഗം നിരീശ്വരവാദികളും ജന്മമെടുത്തിരിക്കുന്നത്. അവർ അങ്ങനെ ആയതിനു കാരണം അവർ അറിയാതെ തന്നെ അവരിലേക്കു അടിച്ചേൽപ്പിക്കപ്പെട്ട സയന്റിസമാണ്. കുട്ടികളായിരിക്കുമ്പോൾ മുതൽ കുറഞ്ഞത് 12 വർഷത്തോളം സ്കൂളുകളിൽ ഇവരുടെ സിദ്ധാന്തങ്ങൾ നിർബന്ധപൂർവ്വം പഠിപ്പിക്കുന്നു. കോടാനുകോടി വർഷങ്ങൾക്ക് മുന്നേ ഇല്ലായ്മയിൽ നിന്നും എല്ലാം ഉണ്ടായി എന്ന് ഇവർ പഠിപ്പിക്കുന്നു. സത്യത്തിൽ ഇല്ലായ്മയിൽ നിന്നും ഒന്നും ഉണ്ടാവുകയില്ല. ഇത്രയും ചെറിയൊരു സംഗതി പോലും തിരിച്ചറിയുവാൻ പറ്റാത്ത വിധത്തിൽ ശാസ്ത്രവിശ്വാസികൾ പ്രോഗ്രാം ചെയ്യപ്പെട്ടു കഴിഞ്ഞു. കൂടാതെ കുരങ്ങൻ പരിണമിച്ചാണ് മനുഷ്യനുണ്ടായതെന്ന് ഇവർ ആദ്യം നമ്മളെ പഠിപ്പിക്കുന്നു. പിന്നീട് പറയുന്നതാവട്ടെ കുരങ്ങനിൽ നിന്നല്ല, മറിച്ച് കുരങ്ങനും മനുഷ്യനും പരിണമിച്ചത് മറ്റൊരു ജീവിയിൽ നിന്നുമാണെന്നാണ്. ഇതുപോലെ തന്നെ ഇവർ ഭൂമിയുടെ കറക്കം ഒരു സ്ഥിരചലനമെന്ന് പറയുകയും ഇതിനെ ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുമ്പോൾ അത് മാറ്റി പറയുകയും ചെയ്യുന്നു. സയന്റിസത്തിന്റെ വിശദീകരണങ്ങൾക്കെല്ലാം ഈ അവസ്ഥ തന്നെയാണ്. അവ സാഹചര്യങ്ങളനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. ഉദാഹരണത്തിന് ഈ ചിത്രം പരിശോധിച്ചാൽ സൂര്യഗ്രഹണ സമയത്തു സൂര്യന്റെ പ്രകാശം ചുരുങ്ങിപ്പോയത് കാണാം. മറ്റു ചില അവസരങ്ങളിൽ ഇവർ സൂര്യനെ തന്നെ ചെറുതാക്കുന്നു. ഇവർ പഠിപ്പിക്കുന്ന കണക്കുകൾ വെച്ച് ഒരു പേപ്പറിൽ സൂര്യനെയും ചന്ദ്രനെയും നമ്മൾ വരച്ചു നോക്കിയാൽ രാത്രി സമയത്തും സൂര്യന്റെ പ്രകാശം ഭൂമിയിൽ ഏകദേശം എവിടെ നിന്ന് നോക്കിയാലും കാണാൻ സാധിക്കും. ഇത് എല്ലാവർക്കും ചെയ്തു നോക്കാവുന്ന ഒരു പരീക്ഷണമാണെങ്കിലും ശാസ്ത്രവിശ്വാസികൾ അതിന് ശ്രമിക്കുന്നില്ല. പരിണാമത്തിലൂടെയാണ് മനുഷ്യൻ ഉണ്ടായതെന്ന് സ്കൂളിൽ വെച്ച് പഠിച്ചപ്പോൾ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന സൃഷ്ടി തെറ്റാണോയെന്ന് ഞാൻ പലരോടും ചോദിച്ചതായി ഇപ്പോഴും വ്യക്തമായി ഓർക്കുന്നു. ആ കാലത്തൊക്കെ സയൻസ് പഠിപ്പിച്ചവ ശരിയെന്ന് ഞാനും കരുതിയിരുന്നു. എന്നിരുന്നാലും ഉരുണ്ട ഭൂമിയിലും ഭൂമിയുടെ ആരും അറിയാത്ത ചലനങ്ങളിലും ലംബമായി മാത്രം പ്രവർത്തിക്കുന്ന ഗുരുത്വാകർഷണത്തിലും എനിക്ക് സംശയം തോന്നി തുടങ്ങിയപ്പോൾ ഇക്കാര്യത്തെപ്പറ്റി നല്ല രീതിയിൽ അന്വേഷിക്കുകയും ഭൂമി ഒരു പന്ത് പോലെയുള്ള ഒന്നല്ല എന്നറിയുകയും ചെയ്തു. വളരെ വൈകിയാണെങ്കിലും ഞാൻ ഉൽപ്പത്തി പുസ്തകം വ്യക്തമായി വായിക്കുവാൻ തീരുമാനിക്കുകയും ഭൂമിയുടെ ആകൃതി, ആകാശം, കടൽ, കര, പ്രകാശം തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുകയും ചെയ്തു. ബൈബിളിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ ആലങ്കാരികമായും വ്യക്തികളുടെ വീക്ഷണവുമായാണ് അതുവരെ ഞാനും കരുതിയിരുന്നത്. ഇനി ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന ഭൂമിയുടെ ആകൃതിയെപ്പറ്റിയുള്ള ഏതാനും ചില വചനങ്ങളും വിശദീകരണങ്ങളും നമുക്ക് നോക്കാം. ആദിയിലെ ദൈവം ആകാശങ്ങളും ഭൂമിയും സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിനു മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ഈ വചനത്തിൽ നിന്നും ആകാശങ്ങളെയും ഭൂമിയെയും ദൈവം 1-ാം ദിവസം സൃഷ്ടിച്ചുവെന്ന് മനസ്സിലാക്കാം. ആഴികൊണ്ട് ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്നു. കൂടാതെ അന്നേ ദിവസം തന്നെ ദൈവം പ്രകാശം അഥവാ പകൽ ഉണ്ടാക്കുകയും ഇരുളിനെ രാത്രിയിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്യുന്നു. ദൈവം വീണ്ടും അരുളിച്ചെയ്തു, ജലമധ്യത്തില് ഒരു വിധാനം ഉണ്ടാകട്ടെ, അത് ജലത്തെ രണ്ടായി തിരിക്കട്ടെ. ദൈവം വിധാനമുണ്ടാക്കുകയും അതിനു താഴെയുള്ള ജലത്തെ മുകളിലുള്ള ജലത്തിൽ നിന്ന് വേർതിരിക്കുകയും ചെയ്തു. അപ്രകാരം സംഭവിച്ചു. വിധാനത്തിന് അവിടുന്ന് ആകാശമെന്നു പേരിട്ടു. സന്ധ്യയായി, പ്രഭാതമായി. 2-ാം ദിവസം. 2-ാമത്തെ ദിവസം ദൈവം വെള്ളത്തിന് നടുവിൽ ഒരു വിധാനം ഉണ്ടാക്കുന്നു. വിധാനം ഗ്ലാസ് പോലുള്ള ഒരു വസ്തു കൊണ്ട് ഉണ്ടാക്കിയതാണെന്ന് ഇയ്യോബിന്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ലോഹദർപ്പണം പോലെ ഉറപ്പുള്ള ആകാശത്തെ വിരിച്ചു നിർത്താന് അവിടുത്തെ പോലെ നിനക്കു സാധിക്കുമോ? വെള്ളത്തിനു നടുവിൽ വലിയൊരു കുട പോലെ വിരിച്ച വിധാനത്തിന് മുകളിലും താഴെയും വെള്ളമുണ്ട്. വിധാനത്തെ ദൈവം ആകാശം എന്നാണ് വിളിച്ചത്. ഭൂമിക്കു മുകളിലെ ആകാശവിധാനത്തിന് ഉപരി ഉപവിഷ്ടനായിരിക്കുന്നവനാണ് അവിടുന്ന്. ഭൂവാസികളെ വിട്ടിലുകൾക്ക് തുല്യരാണ്. അവിടുന്ന് ആകാശത്തെ തിരശ്ശീല പോലെ നിവർത്തുകയും കൂടാരം പോലെ വിരിക്കുകയും ചെയ്യുന്നു. 2-ാം ദിവസം നിർമ്മിക്കപ്പെട്ട ആകാശവും 1-ാം ദിവസം നിർമ്മിച്ച ആകാശങ്ങളും വ്യത്യസ്തമാണ്. ദർപ്പണം പോലുള്ള വിധാനത്തിന് നീല നിറം നൽകുന്നത് അതിന് മുകളിലുള്ള വെള്ളമാണ്. തലക്ക് മുകളിൽ വിരിച്ചിരിക്കുന്ന താഴികക്കുടവും അതിനു മുകളിലുള്ള നീല നിറത്തിലുള്ള ജലസഞ്ചയവും പകലും രാത്രിയിലും നമുക്ക് വ്യക്തമായി കാണുവാൻ സാധിക്കും. ദൈവം വീണ്ടും അരുളിച്ചെയ്തു, ആകാശത്തിനു കീഴിലുള്ള വെള്ളമെല്ലാം ഒരിടത്ത് ഒരുമിച്ചു കൂടട്ടെ, കര പ്രത്യക്ഷപ്പെടട്ടെ. അങ്ങനെ സംഭവിച്ചു. കരയ്ക്കു ഭൂമിയെന്നും ഒരുമിച്ചു കൂടിയ ജലത്തിനു കടലെന്നും ദൈവം പേരിട്ടു. അത് നല്ലതെന്ന് അവിടുന്ന് കണ്ടു. അങ്ങനെ 3-ാം ദിവസം വിധാനത്തിന് താഴെയുള്ള ജലമെല്ലാം ഒരിടത്ത് ഒന്നിച്ചുകൂടി കടൽ ഉണ്ടാവുകയും ഭൂമിയിൽ കര പ്രത്യക്ഷപ്പെടുകയും ചെയ്തു. ദൈവം കരയെ ഭൂമിയെന്ന് വിളിക്കുന്നു. എന്നാൽ 3-ാം ദിവസം പ്രത്യക്ഷപ്പെട്ട ഭൂമിയും 1-ാം ദിവസം നിർമ്മിച്ച ഭൂമിയും വ്യത്യസ്തമാണ്. ആഴികൊണ്ട് നിറഞ്ഞ ഭൂമിയിലെ ജലത്തിന് നടുവിൽ ഒരു വിധാനം രൂപപ്പെടുകയും അതിന് താഴെയുള്ള ജലം ഒരുമിച്ച് കൂടപ്പെടുകയും അതിനു നടുവിൽ കരയാകുന്ന ഭൂമി പ്രത്യക്ഷപ്പെടുകയും ചെയ്തുവെന്ന് നാം മനസ്സിലാക്കി. ദൈവം വീണ്ടും അരുളിച്ചെയ്തു, രാവും പകലും വേർതിരിക്കാന് ആകാശവിധാനത്തില് പ്രകാശങ്ങൾ ഉണ്ടാകട്ടെ. അവ ഋതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളായിരിക്കട്ടെ. ഭൂമിയില് പ്രകാശം ചൊരിയാൻ വേണ്ടി അവ ആകാശവിധാനത്തില് ദീപങ്ങളായി നിൽക്കട്ടെ.
അങ്ങനെ സംഭവിച്ചു. ഭൂമിയിൽ സസ്യലതാദികൾ നിർമ്മിക്കപ്പെട്ട ശേഷം 4-ാം ദിവസമാണ് ദൈവം സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും സൃഷ്ടിക്കുന്നത്. അവ നിലനിൽക്കുന്നത് ദൈവം 2-ാം ദിവസം നിർമ്മിച്ച വിധാനത്തിലാണെന്നും ഇവിടെ നിന്ന് വ്യക്തമാണ്. ഉൽപ്പത്തി പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്ന ഭൂമിയെപ്പറ്റി വ്യക്തമായ ഒരു ധാരണ ലഭിച്ചുവെന്നു കരുതുന്നു. അങ്ങനെ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും പൂർണ്ണമായി. പ്രപഞ്ചം ഒന്നുമില്ലായ്മയിൽ നിന്ന് തനിയെ ഉണ്ടായി എന്നും അത് വികസിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും സയന്റിസം പഠിപ്പിക്കുന്നു. എന്നാൽ ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും ദൈവം പൂർണ്ണമായി തന്നെ സൃഷ്ടിച്ചുവെന്നു തിരുവെഴുത്തുകൾ വ്യക്തമാക്കുന്നു. ഞാൻ ഭൂമിക്ക് അടിസ്ഥാനമിട്ടപ്പോൾ നീ എവിടെയായിരുന്നു? നിനക്കറിയാമെങ്കിൽ പറയുക. അതിന്റെ അടിസ്ഥാനങ്ങൾ ഏതിന്മേൽ ഉറപ്പിക്കപ്പെട്ടു? അതിന് മൂലക്കല്ലിട്ടതും ആര്? ഈ വാക്യത്തിൽ നിന്ന് കര എന്ന ഭൂമിക്ക് അടിസ്ഥാനങ്ങൾ ഉണ്ടെന്ന് നാം മനസ്സിലാക്കുന്നു. ഈ അടിസ്ഥാനങ്ങൾ സ്ഥാപിക്കപ്പെട്ടത് ജലത്തിലാണ്. അവിടുന്ന് ഭൂമിയെ അതിന്റെ അടിസ്ഥാനത്തിന്മേലുറപ്പിച്ചു. അതൊരിക്കലും ഇളകുകയില്ല. പ്രപഞ്ചത്തിലുള്ള വസ്തുക്കൾ കോടാനുകോടി വർഷങ്ങളായി സ്വയം കറങ്ങുകയും സഞ്ചരിക്കുകയും ചെയ്യുന്നുവെന്ന് ശാസ്ത്രം പറയുന്നു. അത് കറങ്ങുവാനുള്ള ഊർജം ഇല്ലായ്മയിൽ നിന്ന് തനിയെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നും ഇവർ വിശ്വസിക്കുന്നു. ശാസ്ത്രത്തിന്റെ പഠനങ്ങൾ സത്യത്തിൽ അവർക്ക് തന്നെ വൈരുദ്ധ്യമാണ്. ഭൂതലം യാഹ്വയുടെ മുൻപില് പ്രകമ്പനം കൊള്ളട്ടെ. അവിടുന്നല്ലോ ലോകത്തെ അചഞ്ചലമായി ഉറപ്പിച്ചത്. പ്രപഞ്ചം വികസിക്കുകയോ ചലിക്കുകയോ ചെയ്യുന്നില്ല. ലോകത്തെ ദൈവം അചഞ്ചലമായി ഉറപ്പിച്ചിരിക്കുന്നു. അവിടുന്ന് അരുളിച്ചെയ്തു, ലോകമുണ്ടായി. അവിടുന്ന് കൽപ്പിച്ചു, അത് സുസ്ഥാപിതമായി. ശൂന്യതയുടെ മേല് അവിടുന്ന് ഉത്തരദിക്കിനെ വിരിക്കുന്നു. ഭൂമിയെ ശൂന്യതയുടെ മേല് തൂക്കിയിട്ടിരിക്കുന്നു. ഇവിടെ നാം വായിക്കുന്ന ശൂന്യതയുടെ മേല് തൂക്കപ്പെട്ട ഭൂമി 1-ാം ദിവസം ദൈവം സൃഷ്ടിച്ച ഭൂമിയാണ്. ഇത് 3-ാം ദിവസത്തെ കരയിൽ നിന്ന് വ്യത്യസ്തമാണ്. ഭൂമി എന്ന് വിളിക്കുന്ന കര ലോകം അല്ലെങ്കിൽ പ്രപഞ്ചം എന്ന ഭൂമിയുടെ ആഴിക്കുള്ളിലാണ്. സ്വർഗം എന്റെ സിംഹാസനം, ഭൂമി എന്റെ പാദപീഠവും. യാഹ്വ അരുളിച്ചെയ്യുന്നു, ആകാശത്തിനുമേലുള്ള ജലസഞ്ചയമേ അവിടുത്തെ സ്തുതിക്കുവിന്. നോഹയുടെ ജീവിതത്തിന്റെ 600-ാം വർഷം 2-ാം മാസം 17-ാം ദിവസം അഗാധങ്ങളിലെ ഉറവകള് പൊട്ടിയൊഴുകി ആകാശത്തിന്റെ ജാലകങ്ങള് തുറന്നു. താഴികകുടത്തിന് മുകളിലെ ജലസഞ്ചയത്തിൽ നിന്നുള്ള വെള്ളം വിധാനത്തിലെ ജാലകങ്ങളിലൂടെ താഴേക്കു വരികയും നമ്മൾ വസിക്കുന്ന കരക്ക് താഴെയുള്ള ജലം ഭൂമിയുടെ അഗാധങ്ങളിലെ ഉറവകളിലൂടെ മുകളിലേക്ക് വന്നുമാണ് അന്ന് ഭൂമിയിൽ മുഴുവൻ വെള്ളപ്പൊക്കമുണ്ടായത്. വെള്ളം വറ്റി വരേണ്ടതും ഈ ഉറവകളിലൂടെ തന്നെയാണ്. മിന്നലിനെ ഭൂമിയുടെ അതിർത്തികൾ വരെ അയക്കുന്നു. ഭൂമിയുടെ 4 കോണുകളില് 4 ദൂതന്മാര് നിൽക്കുന്നതു ഞാന് കണ്ടു. ഭൂമിക്ക് അതിർത്തികളും 4 കോണുകളും ഉണ്ടെന്ന് നാം വായിക്കുന്നു. ഭൂമിയുടെ 4 കോണുകളിൽ നിന്ന് 4 തരത്തിലുള്ള കാറ്റുകൾ ഉണ്ടാവുന്നു. ഇവ ഭൂമിയിലെ ഋതുക്കൾക്ക് ഒരു കാരണമാകുന്നു. മുകളിലെ ആകാശത്തിന്റെ അളവെടുക്കാനും താഴെ ഭൂമിയുടെ അടിസ്ഥാനം കണ്ടുപിടിക്കാനും കഴിയുമോ? ഭൂമിയുടെ വിശാലത നീ ഗ്രഹിച്ചിട്ടുണ്ടോ? ഇവയെല്ലാം നിനക്കറിയാമെങ്കിൽ പറയുക. ഭൂമി വളരെയേറെ വിശാലമേറിയ ഒന്നാണ്. ചന്ദ്രനിൽ നോക്കുമ്പോൾ നാം കാണുന്നത് വിശാലമായ ഭൂമിയുടെ ദർപ്പണ ചിത്രമാണ്. സൂര്യനും ചന്ദ്രനും രണ്ടും മഹാജ്യോതികളാകുന്നു. രണ്ടിന്റെയും അളവുകൾ തുല്യമാണ്. സൂര്യനാണ് ഏറ്റവും വലിയ നക്ഷത്രമെന്ന് സയന്റിസം പഠിപ്പിക്കുന്നു. എന്നാൽ സൂര്യനും ചന്ദ്രനും തുല്യ വലിപ്പത്തിലുള്ള പ്രകാശങ്ങളാണ്. ഇവ നക്ഷത്രങ്ങളല്ല, എന്നാൽ സ്വയം പ്രകാശിക്കുന്ന 2 മഹാജ്യോതികളാണ്. സൂര്യന്റെ ഭ്രമണപഥത്തിൽ 1/7 പ്രകാശം ചന്ദ്രനിൽ നിന്ന് കൂട്ടിച്ചേർക്കപ്പെടുന്നു. സൂര്യന്റെ പ്രകാശത്തിന്റെ 1/7 പോകുന്നതുവരെ അവർ അസ്തമിച്ച് പടിഞ്ഞാറൻ കവാടത്തിൽ പ്രവേശിച്ച് വടക്ക് പ്രദക്ഷിണം ചെയ്ത് കിഴക്കേ കവാടത്തിലൂടെ ആകാശത്തിന്റെ മുഖത്തേക്ക് പുറപ്പെടുന്നു. ചന്ദ്രൻ ഒരു ദർപ്പണമാണെന്ന് സയന്റിസം അംഗീകരിക്കുന്നുവെങ്കിലും അത് സ്വയം പ്രകാശിക്കുമെന്ന് അഭിപ്രായപ്പെടുന്നില്ല. ചന്ദ്രന്റെ വിവിധ ഘട്ടങ്ങളിൽ പ്രകാശം ചന്ദ്രനിൽ നിന്നും സൂര്യനിലേക്കും അതുപോലെ തന്നെ തിരിച്ചും പലായനം ചെയ്യുന്നുണ്ട്. ഇതാ, യാഹ്വയുടെ ക്രൂരമായ ദിനം ആസന്നമായിരിക്കുന്നു. ഭൂമിയെ ശൂന്യമാക്കാനും പാപികളെ നശിപ്പിക്കാനും കോപത്തോടും ക്രോധത്തോടും കൂടെ അത് വരുന്നു. ആകാശത്തിലെ നക്ഷത്രങ്ങളും നക്ഷത്രരാശിയും പ്രകാശം തരുകയില്ല. സൂര്യന് ഉദയത്തില് തന്നെ ഇരുണ്ടുപോകും. ചന്ദ്രന് പ്രകാശം പൊഴിക്കുകയില്ല. യുക്തിസഹമായ ചിന്തയുണ്ടെങ്കിൽ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും നമ്മുടെ തലയ്ക്കു മുകളിലൂടെ ചലിക്കുന്നുവെന്നും കാലിന് താഴെയുള്ള ഭൂമി നിശ്ചലമായി നിൽക്കുന്നുവെന്നും നമുക്ക് മനസ്സിലാക്കാം. ഭൂമിയുടെ ചലനം നാം അറിയുന്നില്ല, കാരണം ഭൂമി ചലിക്കുന്നില്ല. സൂര്യൻ ഉദിക്കുന്നുവെന്നും അസ്തമിക്കുന്നുവെന്നും നമ്മൾ അറിയുന്നു. അങ്ങനെ തന്നെ പറയുകയും ചെയ്യുന്നു. അത് തന്നെയാണ് സത്യവും. സൂര്യ, നീ ഗിബയോനില് നിശ്ചലമായി നിൽക്കുക. ചന്ദ്ര, നീ അയലോള താഴ്വരയിലും നിൽക്കുക. അവര് ശത്രുക്കളോട് പ്രതികാരം ചെയ്യുന്നതുവരെ സൂര്യന് നിശ്ചലമായി നിന്നു. ചന്ദ്രന് അനങ്ങിയതുമില്ല. അങ്ങനെ ആകാശമധ്യേ ഒരു ദിവസം മുഴുവനും സൂര്യൻ അസ്തമിക്കാതെ നിന്നു. യാഹുശുവായുടെ കാലത്ത് സൂര്യനെയും ചന്ദ്രനെയും ആകാശത്ത് നിശ്ചലമാക്കി എന്ന് വായിക്കുമ്പോഴും ചില വിശ്വാസികൾക്ക് ഇത് അംഗീകരിക്കാൻ സാധിക്കാതെ വരുന്നു. അവർ പഠിച്ച സയന്റിസത്തെ കരുതി ആ വാക്യത്തെ കാവ്യാത്മകമാക്കുകയും ചെയ്യുന്നു. കറങ്ങുന്ന ഭൂമി പെട്ടെന്ന് നിന്നാൽ ഭൂമി മൊത്തം നശിക്കും. എന്നാൽ സൂര്യൻ നിൽക്കുകയാണെങ്കിൽ അതുകൊണ്ട് പ്രത്യേകിച്ച് ഭൂമിയിൽ ഒന്നും സംഭവിക്കുന്നില്ല. ഋതുക്കളെ നിർണയിക്കാന് അവിടുന്ന് ചന്ദ്രനെ നിർമ്മിച്ചു. സൂര്യനു തന്റെ അസ്തമയം അറിയാം. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും കിഴക്ക് നിന്ന് പടിഞ്ഞാറ് ദിശയിലേക്ക് നിശ്ചയിക്കപ്പെട്ട ഭ്രമണപഥത്തിലൂടെ നിശ്ചയിക്കപ്പെട്ട വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഭൂമി സ്വസ്ഥമായി നിൽക്കുകയും ചെയ്യുന്നു. ഈ പ്രകാശങ്ങളിലേക്ക് നമുക്ക് പോകുവാനും സാധിക്കില്ല.
എന്നാൽ മനുഷ്യന് മനസ്സിലാക്കുവാൻ സാധിക്കാത്ത വിധത്തിൽ ഭൂമി സ്വയം കറങ്ങുന്നുണ്ടെന്ന് സയന്റിസം നമ്മെ പഠിപ്പിക്കുന്നു. അങ്ങനെയെങ്കിൽ ഈ കറക്കം ശാസ്ത്രജ്ഞർ എങ്ങനെ മനസ്സിലാക്കി? ഭൂമി സ്വയം കറങ്ങുക മാത്രമല്ല, അതേസമയം തന്നെ സൂര്യനെ വലം വെക്കുകയും ചെയ്യുന്നുവെന്നതാണ് ശാസ്ത്ര പ്രബോധനം. ഭൂമിയുടെ ചലനം ഒരു സ്ഥിരചലനമാണെന്നും ആയതിനാൽ അതിനെ അറിയാൻ സാധിക്കുകയില്ലെന്നും സയന്റിസം വാദിക്കുന്നു. എന്നാൽ ഭൂമിയുടേത് ഏകചലനമല്ല, ദ്വാചലനമാണ്. മാത്രമല്ല ഇത് ഇരുദിശയിലേക്കാണ് സഞ്ചരിക്കുന്നത്. ഒരു പന്ത് വെള്ളത്തിൽ ഇട്ട ശേഷം എടുത്ത് എറിഞ്ഞു നോക്കിയാൽ ആ പന്തിൽ നിന്ന് ജലം പുറത്തേക്ക് തെറിച്ചു പോകുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഭൂമി കറങ്ങുന്നുണ്ടെങ്കിൽ ഭൂമിയിലുള്ള വസ്തുക്കൾ പുറത്തേക്ക് തെറിച്ചു പോകും. ഇവിടെയാണ് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മാത്രം പ്രവർത്തിക്കുന്ന ഗുരുത്വാകർഷണം എന്ന മാന്ത്രിക ശക്തിയുടെ പ്രസക്തി. മറ്റൊരവസരത്തിൽ ഇക്കാര്യം കൂടുതൽ വിശദമാക്കാം. ബസ്സിലും ട്രെയിനിലും ഇരിക്കുമ്പോൾ ചലനം നമ്മൾ അറിയുന്നില്ലെന്നും പുറത്തുള്ള മരങ്ങൾ പിറകോട്ട് ഓടുമെന്നും ഇവർ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. എന്നാൽ ഇക്കാര്യങ്ങൾക്ക് സൂര്യന്റെയും ചന്ദ്രന്റെയും ചലനങ്ങളുമായി യാതൊരു ബന്ധവുമില്ല. കാരണം സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എന്നിവ ഓരോ ദിവസവും വ്യത്യസ്തവും അതിനു നിശ്ചയിക്കപ്പെട്ട വേഗത്തിലും ഭ്രമണപഥത്തിലൂടെയുമാണ് സഞ്ചരിക്കുന്നത്. ഇവക്ക് ഓരോന്നിനും മാറ്റമുണ്ട്. സൂര്യന്റെ തേജസ് ഒന്ന്, ചന്ദ്രന്റേതു മറ്റൊന്ന്, നക്ഷത്രങ്ങളുടേത് വേറൊന്ന്. നക്ഷത്രങ്ങൾ തമ്മിലും തേജസ്സിനു വ്യത്യാസമുണ്ട്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഭൂമിയുടെയും ആകാശത്തിന്റെയും നടുവിലുള്ള ചലിക്കാത്ത ഉത്തരധ്രുവ നക്ഷത്രത്തിന് ചുറ്റും വൃത്താകൃതിയിൽ സഞ്ചരിക്കുന്നു. പ്രകാശത്തിന്റെയും അന്ധകാരത്തിന്റെയും അതിർത്തിയിലെ ജലോപരിതലത്തില് അവിടുന്ന് ഒരു വൃത്തം വരച്ചിരിക്കുന്നു. ഭൂമിയുടെ പഴയ ഭൂപടങ്ങൾ പരിശോധിച്ചാൽ ഭൂമിക്ക് ചുറ്റുമായി മഞ്ഞുകൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വൃത്താകൃതിയിലുള്ള അതിർത്തി കാണാം. ഇക്കാലത്ത് ആർക്കും ഉത്തരധ്രുവത്തിലേക്കോ ദക്ഷിണ ധ്രുവത്തിലേക്കോ സ്വതന്ത്ര പ്രവേശനമില്ല. ആകാശം തെറുത്തുമാറ്റിയ ചുരുൾ പോലെ അപ്രത്യക്ഷമായി. എല്ലാ പർവ്വതങ്ങളും ദ്വീപുകളും അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടു. വെളിപ്പാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന 6ാമത്തെ മുദ്ര തുറക്കപ്പെട്ട സമയം വരെ നാം ഇപ്പോൾ കാണുന്നത് പോലെ വൻകരകൾ തമ്മിൽ അകലമുണ്ടായിരുന്നില്ല. ആകാശം തെറുത്തുമാറ്റിയതിൻ്റെതായ ലക്ഷണങ്ങളും ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ട് സയന്റിസം നമ്മളെ ഉരുണ്ട ഭൂമി പഠിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഭൂമിയുടെ നടുവിലെ സ്വർഗരാജ്യം നമ്മിൽ നിന്ന് മറച്ചുവെക്കുക എന്നതാണ്. യാഹുഷ സത്യമായി പറഞ്ഞതുപോലെ ആ തലമുറയിൽ തന്നെ തിരികെ വരികയും ഭൂമിയുടെ നടുവിൽ യഥാർത്ഥ ഇസ്രായേൽ ദേശങ്ങളിൽ സ്വർഗരാജ്യം സ്ഥാപിക്കുകയും ചെയ്തു. ഉടനെ തന്നെ ലോകരാജ്യങ്ങൾ അവിടുള്ള വിശുദ്ധരുടെ പട്ടണങ്ങളിലേക്ക് യുദ്ധത്തിനായി ഒന്നിച്ചു കൂട്ടപ്പെടും. ആകാശങ്ങളില് തന്റെ ഉന്നത മന്ദിരം തീർക്കുകയും ഭൂമിയുടെ മേല് കമാനം നിർമ്മിക്കുകയും കടൽ ജലത്തെ വിളിച്ച് ഭൂതലത്തില് വർഷിക്കുകയും ചെയ്യുന്ന അവിടുത്തെ നാമം യാഹുവ എന്നാണ്. And that is it. What do you think? Let me know down here in the comment section. And if you enjoyed this video, leave a little like to indicate that you liked it very much. If you are not subscribed to this channel yet, remember that you probably should. As always, thank you guys for watching and I hope to see you all soon.